സോളാർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഊഷ്മളമായ സ്വാഗതം. ഇന്ന് പരിചിന്തിക്കുന്ന വിഷയം സോളാർ പാനലിന് വില കൂടുമോ എന്നുള്ളതാണ്. 2021 അപേക്ഷിച്ച് 2022 സോളാർ പാനലിന് 40% വില വർദ്ധിച്ചു. അതുകൊണ്ട് ഇനിയും വില വർദ്ധിക്കുമോ എന്ന് ആളുകൾ ചിന്തിക്കുന്നു. ചില ആളുകൾ ചിന്തിക്കുന്നത് സോളാർ പാനലിന് ഇനിയും വില കുറയും, അതുകൊണ്ട് പിന്നീട് സോളാർ ഇൻസ്റ്റാൾ ചെയ്താൽ മതിയെന്ന് അനേകാൾ ചിന്തിക്കുന്നു. അങ്ങനെ സോളാർ ഇൻസ്റ്റലേഷൻ നീട്ടിവെക്കുന്നു. നമുക്കിപ്പോൾ 17 കാര്യങ്ങളൊന്ന് ചിന്തിക്കാം. ഇത് ചിന്തിച്ചതിന് ശേഷം സോളാർ പാനലിന് വില കൂടുമോ ഇല്ലയോ എന്ന് നമുക്ക് സ്വയം വിലയിരുത്താൻ കഴിയും. ഒന്നാമത്തെ കാര്യം, ഒരു പെട്രോൾ 2 വീലറിന് 1 കിലോമീറ്റർ യാത്ര ചെയ്യുന്നതിന് 2 രൂപ പെട്രോൾ എക്സ്പെൻസ് വരുന്നു. എന്നാൽ ഒരു ഇലക്ട്രിക് 2 വീലറിന് 1 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ 25 പൈസ മതി. ഇനി സോളാർ വെക്കുകയാണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ മുടക്കുമുതൽ തിരികെ ലഭിക്കും. ബാക്കി 24 വർഷം സൗജന്യമായി യാത്ര ചെയ്യാൻ സാധിക്കും. അങ്ങനെ കൂടുതൽ ആളുകൾ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നു. രണ്ടാമത്തെ സംഗതി, ഒരു പെട്രോൾ കാറിന് 1 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നതിന് 6 രൂപ പെട്രോൾ എക്സ്പെൻസ് വരും. എന്നാൽ ഒരു ഇലക്ട്രിക് കാറിനാണെങ്കിൽ 1 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നതിന് 1 രൂപ മതിയാവുകയുള്ളൂ. ഇനിയും കാറിന് വേണ്ടി സോളാർ ഇൻസ്റ്റാൾ ചെയ്താൽ 1.5 വർഷം കൊണ്ട് മുടക്കുമുതൽ തിരികെ ലഭിക്കും. തുടർന്ന് 23 വർഷം നമുക്ക് സൗജന്യമായി യാത്ര ചെയ്യാൻ സാധിക്കും, ഓൺ ഗ്രിഡ് സോളാർ സ്ഥാപിക്കുന്നതോട് ബന്ധത്തിൽ. അതുകൊണ്ട് ഇലക്ട്രിക് കാർ എടുക്കുന്ന ആളുകളും സോളാർ കൂടുതൽ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ സംഗതി, 1000 രൂപയ്ക്ക് ഗ്യാസിൽ പാചകം ചെയ്യുന്ന കാര്യങ്ങൾ 700 രൂപയ്ക്ക് നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഇൻഡക്ഷൻ കുക്കറിന് വേണ്ടി സോളാർ സ്ഥാപിച്ചാൽ 5 വർഷം കൊണ്ട് മുടക്കുമുതൽ തിരികെ കിട്ടും. തുടർന്ന് 22 വർഷം ഈ ഓൺ ഗ്രിഡ് സോളാറിൽ നിന്ന് സൗജന്യമായി പാചകം ചെയ്യാൻ സാധിക്കും. നാലാമത്തെ സംഗതി, ഈ 5 സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ എല്ലാവിധ പാചക ഉപകരണങ്ങളും ഇൻഡക്ഷൻ മെത്തേഡിൽ വർക്ക് ചെയ്യുന്നവ ഇപ്പോൾ ലഭ്യമായി തുടങ്ങി. അതുകൊണ്ട് ഹോട്ടലുകാരെല്ലാം ഗ്യാസ് മാറിക്കൊണ്ട് ഇൻഡക്ഷൻ കുക്കറിൽ പ്രവർത്തിക്കുന്ന വിധത്തെ സംബന്ധിച്ച് അത് ചെയ്യുന്നതിന് വേണ്ടി കാര്യങ്ങൾ ക്രമീകരിക്കുന്നു. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 3 വർഷം കൊണ്ട് മുടക്കുമുതൽ തിരികെ ലഭിക്കും. തുടർന്ന് 22 വർഷം സൗജന്യമായിട്ട് അവർക്ക് പാചകം ചെയ്യാൻ സാധിക്കും. 5, 2025 40% വെഹിക്കിളുകളും ഇലക്ട്രിക്കിലേക്ക് മാറുമെന്നാണ് സർവേ കാണിക്കുന്നത്. അതായത് 10 കോടി വെഹിക്കിളിന് ഒരു ദിവസം 100 കോടി യൂണിറ്റോളം ശരാശരി നമുക്ക് വേണ്ടി വന്നേക്കാം. ഇനി 2030 ആണെങ്കിലോ അതിൽ 80% വെഹിക്കിളുകളും ഇലക്ട്രിക്കിലേക്ക് മാറുമെന്നാണ് സർവേ കാണിക്കുന്നത്. അപ്പോൾ എത്രയധികം വൈദ്യുതി ആവശ്യമായി വരുന്നു എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. ആറാമത്തെ സംഗതി, ചൈനയിൽ 8 ലക്ഷം ഏക്കറിൽ സോളാർ സ്ഥാപിച്ചു. അതുപോലെ ലോകത്തിലെ അനേകം വലിയ ഊർജ്ജ പദ്ധതികൾ ചൈനയിലുണ്ട്. എന്നിട്ടും ചൈനയിൽ പവർ കട്ട് വളരെ കൂടുതലാണ്. എന്താണ് കാരണം? ചൈനയിൽ ഒരു മാസം 2.5 ലക്ഷം ഇലക്ട്രിക്കൽ വെഹിക്കിൾ വീതം ഇറങ്ങുന്നു. അതെ, ഇലക്ട്രിക്കൽ വെഹിക്കിളിൻ്റെ വർധനവ് എല്ലാ സ്ഥലങ്ങളിലും പവർ കട്ട് ഉണ്ടാക്കാനായിട്ട് ഇടവരുത്തും. 7, ഓരോ വർഷവും ശരാശരി ഊർജ്ജത്തിൻ്റെ നമ്മളെ ഉപയോഗിക്കുന്ന ഊർജ്ജത്തിൻ്റെ 5% വർധനവാണ് സാധാരണഗതിയിൽ കണക്ക് കൂട്ടുന്നത്. എന്നാൽ ഇലക്ട്രിക്കൽ വെഹിക്കിൾ വർദ്ധിച്ചതോടുകൂടി ഇത് ഒരു റാപ്പിഡ് ചേഞ്ചാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ലോകരാജ്യങ്ങളെല്ലാം ഈ ഇലക്ട്രിക്കൽ വെഹിക്കിൾ വരുന്നതുകൊണ്ട് എങ്ങനെ വൈദ്യുതി മാനേജ് ചെയ്യുമെന്നുള്ള വളരെ വലിയ ചർച്ചയിലാണ്. 8, കേരളത്തിൽ ഓരോ വർഷവും വെള്ളപ്പൊക്കവും ചുഴലിക്കാറ്റും സർവ്വസാധാരണമായിരിക്കുന്നു. അതുകൊണ്ട് ഓഫ് ഗ്രിഡ് സോളാറിലേക്ക് ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയും സോളാർ പാനലിൻ്റെ ആവശ്യകത വർദ്ധിക്കുന്നു. 9, ഇലക്ട്രിക് വെഹിക്കിൾ ഉപയോഗിക്കുന്ന ആളുകൾ ജോലി കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്ന് 6-നും 10-നും ഇടയ്ക്കൊക്കെ വണ്ടി ചാർജ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഈ സമയങ്ങളിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നതിനാൽ വോൾട്ടേജ് കുറയാനായിട്ടും ഇടയുണ്ട്. അതുകൊണ്ട് ഈ കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റം ആളുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു. 10, കേരളത്തിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ 60% കൽക്കരിയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് കൽക്കരിയുടെ വില വർധനവ് മൂലം ഭാവിയിൽ പവർ കട്ട് ഉണ്ടാകുമോ എന്ന് പോലും ആളുകൾ ചിന്തിച്ചുകൊണ്ട് സോളാറിലേക്ക് മാറിയിരിക്കുന്നു. ഇതും സോളാറിൻ്റെ ഉപയോഗം കൂടാനിടയാക്കുന്നു. 11, ചൈനയിലെ സോളാർ സെല്ലുണ്ടാക്കുന്ന കമ്പനിക്ക് അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയേക്കാൾ 5 ഇരട്ടി ഓർഡറാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പാനലിൻ്റെ വില വർദ്ധിക്കുമോ എന്ന് പൊതുവെ ആളുകൾ ചിന്തിക്കുന്നു. അങ്ങനെ കൂടുതൽ സോളാർ പാനൽ വെക്കുന്നതിനും ഇപ്പോൾ തന്നെ വെക്കുന്നതിന് അനേകം ആളുകൾ തീരുമാനിക്കുന്നു. 12ാമത്തെ സംഗതി,
കൃഷി മേഖലയിലെ പമ്പിംഗ് സിസ്റ്റം എല്ലാം സോളാർ പമ്പിലേക്ക് മാറുന്നു. അതുകൊണ്ട് സോളാർ പാനലിൻ്റെ ആവശ്യകത വീണ്ടും വർദ്ധിക്കുന്നു. 13. പുതിയ ടെക്നോളജികളായ ഡീഹൈഡ്രേറ്റർ, ഹീറ്റ് പമ്പ് ടെക്നോളജി ഇവയെല്ലാം സോളാർ വൈദ്യുതി ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിൻ്റെ സപ്പോർട്ടിങ്ങോടുകൂടി പ്രവർത്തിക്കുന്നു. ഇത് കൂടുതൽ ആളുകൾ സ്ഥാപിക്കുന്നതിനാൽ അങ്ങനെയും സോളാറിൻ്റെ ആവശ്യകത വർദ്ധിച്ചു വരുന്നു. 14. ഈ കൃഷിക്കാർക്ക് വിളകൾക്ക് കൃഷി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വിളവെടുക്കുന്ന സമയത്ത് വില കിട്ടുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ അവർ ചെയ്യുന്നൊരു മെത്തേഡ് സോളാർ ഫ്രീസറിൽ ഇവയാക്കിയിട്ട് വില കൂടുന്ന സമയത്ത് വിൽക്കുക എന്നുള്ളൊരു മെത്തേഡ് ഇപ്പോൾ വന്നിരിക്കുന്നു. ഇതിനും ധാരാളം സോളാർ പാനലുകൾ ആവശ്യകത വന്നിരിക്കുന്നു. 15. അനേക രാജ്യങ്ങളിൽ LVDC സോളാർ വയറിങ് ഉപയോഗിക്കുന്നതിനാൽ അങ്ങനെയും സോളാർ പാനലിൻ്റെ ആവശ്യകത വർദ്ധിച്ചു വരുന്നു. 16. ന്യൂക്ലിയർ വൈദ്യുതിയിൽ നിന്ന് പല രാജ്യങ്ങളും പിന്മാറുന്നു. മറ്റു ഓപ്ഷനുകളൊന്നും ഇല്ലാത്തതിനാൽ ഭൂരിഭാഗം രാജ്യങ്ങളും സോളാറിലേക്കാണ് മാറുന്നത്. അതും സോളാർ പാനലിൻ്റെ ആവശ്യകത വർദ്ധിപ്പിക്കുന്നു. 17. ഇന്ത്യയിൽ പകൽ ഉൽപ്പാദിപ്പിച്ച വൈദ്യുതി അതേസമയം അമേരിക്കയിൽ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ തിരിച്ചും ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. വൺ വേൾഡ് വൺ ഗ്രിഡ് വൺ സൺ എന്ന ഒരു സോളാർ പദ്ധതി. ഈ പദ്ധതിക്ക് ലക്ഷക്കണക്കിന് സോളാർ പാനലുകൾ ആവശ്യമായി വരുന്നു. അതും സോളാറിൻ്റെ ആവശ്യകത വർദ്ധിക്കുന്നു. ഇവിടെ 17 കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. ഇതുകൂടാതെ സോളാറിൻ്റെ ആവശ്യകത വർദ്ധിപ്പിക്കുന്ന 100 കണക്കിന് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏതൊരു പ്രോഡക്റ്റിനും ആ സാധനത്തിന് ഡിമാൻഡ് വർദ്ധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വില വർദ്ധിക്കുക എന്നുള്ളത് നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ഇത്രയും 17 കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ അതിനെക്കുറിച്ച് വിചിന്തനം ചെയ്യുവാണെങ്കിൽ ഇനിയും സോളാർ പാനലിൻ്റെ വില വർദ്ധിക്കും എന്ന് തന്നെ നമുക്ക് ഉറപ്പായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് എന്തായിരിക്കും, ഇപ്പോഴാണ് ഏറ്റവും നല്ല സമയം വില കുറച്ചിട്ട് അല്ലെങ്കിൽ കുറഞ്ഞ വിലയിൽ സോളാർ പാനൽ കിട്ടുന്ന സമയം. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. ഭാവിയിൽ വില വർദ്ധിക്കുന്നതിനും അതേപോലെ വൈദ്യുതി ക്ഷാമം പോലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വോൾട്ടേജ് കുറയുന്ന പോലുള്ള പ്രശ്നങ്ങൾ അതിൽ നിന്നൊക്കെ ഒഴിവാകാനായിട്ട് നമ്മെ ഇപ്പോൾ തന്നെ സോളാർ സ്ഥാപിക്കുന്നത് സഹായിക്കും. ഈ വീഡിയോയൊക്കെ ലഭിക്കുന്നത് സോളാർ ടെക് ട്രെയിനിങ് അക്കാദമിയിൽ നിന്നാണ്. സോളാർ ടെക് ട്രെയിനിങ് അക്കാദമി സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള പരിശീലനം കൊടുക്കുന്നു. ഇതുകൂടാതെ പൊതുജനങ്ങൾക്ക് പ്രയോജനകരമായ വിവരങ്ങളും നിർദ്ദേശങ്ങളും എഫിഷ്യൻസി കുറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ എനർജി കുറച്ചുപയോഗിച്ചുകൊണ്ട് എങ്ങനെ സോളാർ ഉൽപ്പന്നങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ള കാര്യങ്ങളും കൊടുക്കുന്നു. ഇത്രയും സമയം ഈ വീഡിയോ ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു.